പല പതിറ്റാണ്ടുകളായി നടത്തിയ നിരവധി നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നാൽ സാധാരണ എല്ലാ ഗാലക്സികളിലും ഉള്ളതുപോലെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തിലും ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ട്. നമ്മുടെ സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസ്സുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ, സജിറ്റേരിയസ് എ സ്റ്റാർ എന്നാണ് നമ്മൾ ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് തീവ്രമായ ഗ്രാവിറ്റി ഉപയോഗിച്ച് ഇതിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് ടെലിസ്കോപ്പുകളിലൂടെ കാണാൻ സാധിക്കും. 2022 മനുഷ്യരാശി ഇതിന്റെ ഒരു ചിത്രം പോലും പകർത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു ബ്ലാക്ക് ഹോൾ അവിടെ ഉണ്ടെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തർക്കമൊന്നും വേണ്ട എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുന്നേ ഒരു കൂട്ടം ഗവേഷകർ പുതിയൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. സജിറ്റേരിയസ് എ സ്റ്റാർ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ അല്ല, മറിച്ച് അത്യധികം സാന്ദ്രത കൂടിയ ഒരു ഡാർക്ക് മാറ്റർ ഗോളമാണ്. എന്താണ് ഈ സിദ്ധാന്തത്തിന് പിന്നിലെ യാഥാർത്ഥ്യം? ശരിക്കും മിൽക്കി വേയുടെ മധ്യഭാഗത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ പിന്നെ ഈ ചിത്രം എന്താണ്? നമുക്ക് നോക്കാം. ആയിരത്തി 1970കളിൽ നിന്നുമാണ് സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ കഥ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്രജ്ഞരായ ബ്രൂസ് ബാലിക്കും റോബർട്ട് ബ്രൗണും ചേർന്ന് മിൽക്കി വേയുടെ മധ്യത്തിൽ നിന്നും വരുന്ന തീവ്രമായ ചില റേഡിയോ തരംഗങ്ങളെ ഡിറ്റക്ട് ചെയ്തു. അത് മിക്കവാറും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആയിരിക്കുമെന്ന് പിന്നീടുള്ള അവരുടെ പഠന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അതിന് കൃത്യമായ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. ശേഷം 1990കളിൽ മിൽക്കി വേയുടെ മധ്യഭാഗത്തിലുള്ള ചില നക്ഷത്രങ്ങൾ എന്തോ ഒരു അദൃശ്യ വസ്തുവിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നതായി ജ്യോതിശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൽ S2 എന്നൊരു നക്ഷത്രമായിരുന്നു ഏറ്റവും നിർണായകം. S2 ഒരു തവണ ഓർബിറ്റ് ചെയ്യുന്നത് വെറും 16 വർഷങ്ങൾ കൊണ്ടാണ്. അദൃശ്യ വസ്തുവിന്റെ സമീപത്തെത്തുമ്പോൾ S2 ആയിരക്കണക്കിന് km/s വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യന്റെ 8 മടങ്ങോളം വലിപ്പമുള്ള ഒരു നക്ഷത്രമാണിത്. ഇത്രയും വലിയൊരു നക്ഷത്രം ആയിരക്കണക്കിന് km/s വേഗത്തിൽ സഞ്ചരിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. നക്ഷത്രത്തിന്റെ വേഗതയും വലിപ്പവും മാസുമൊക്കെ വെച്ച് കണക്കുകൂട്ടിയപ്പോൾ ശാസ്ത്രജ്ഞർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ഭ്രമണം ചെയ്യുന്ന അദൃശ്യ വസ്തുവിന് ഏകദേശം സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസമുണ്ടായിരിക്കണം. അതിന് നമ്മുടെ സൗരയൂഥത്തിനേക്കാൾ വലിപ്പം കുറവായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ നക്ഷത്രത്തിനെ ഇത്രയും ശക്തമായി പിടിച്ചു വലിക്കാൻ ആവശ്യമായ ഗ്രാവിറ്റി അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസം, എന്നാൽ സൗരയൂഥത്തിനേക്കാൾ വലിപ്പം കുറവുമായ വസ്തുവെന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു ബ്ലാക്ക് ഹോൾ തന്നെ ആയിരിക്കും. കാരണം ഒരു ബ്ലാക്ക് ഹോളിന് മാത്രമേ അത്രയും സാന്ദ്രത ഉണ്ടായിരിക്കൂ. അങ്ങനെയാണ് സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണെന്ന കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന്റെ പേരിൽ ജ്യോതിശാസ്ത്രജ്ഞരായ ആൻഡ്രിയയ്ക്കും റെയിൻഹാർഡിനും 2020 നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. ശേഷം 2022 ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ഒരു ചിത്രവും പകർത്തി. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എങ്ങനെയായിരിക്കുമെന്ന് പണ്ട് പ്രഡിക്റ്റ് ചെയ്തിരുന്നുവോ അതേപോലെ തന്നെയായിരുന്നു ഈ ചിത്രം. മധ്യഭാഗത്തിൽ കാണുന്ന നിഴലാണ് ബ്ലാക്ക് ഹോൾ. അതിനു ചുറ്റും കാണുന്ന ചുവന്ന പ്രകാശമാണ് അക്രീഷൻ ഡിസ്ക്. അങ്ങനെ ആകെ മൊത്തത്തിൽ സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നത് ഉറപ്പായി. ഓൾറെഡി മനസ്സിലാക്കിയ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതൊന്നും തിരുത്താൻ നിൽക്കാതെ എല്ലാ ആശയങ്ങളെയും സംരക്ഷിക്കുകയല്ല ശാസ്ത്രം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ഒരിക്കലും ശാസ്ത്രത്തിന് വളരാനാകില്ല. പൂർണ്ണമായും അധപതിച്ചു പോകും. അതായത് മതങ്ങളെ പോലെ. പകരം എത്ര ഉറപ്പുള്ള ആശയമായിരുന്നാലും അതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടും പരിശോധിച്ചുകൊണ്ടും പരീക്ഷിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണിപ്പോൾ സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ബ്ലാക്ക് ഹോൾ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്നതും അതിന് പകരമായി പുതിയൊരു സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നതും. ഡാർക്ക് മാറ്റർ കോർ ഹൈപ്പോത്തിസിസ് എന്നാണ് ഈ പുതിയ സിദ്ധാന്തത്തിന്റെ പേര്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ സജിറ്റേരിയസ് എ സ്റ്റാർ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ ആയിരിക്കില്ല. പകരം പൂർണ്ണമായും ഡാർക്ക് മാറ്റർ കൊണ്ട് നിർമ്മിതമായ വളരെ സാന്ദ്രത കൂടിയ ഒരു വലിയ ഗോളമായിരിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എങ്ങനെയായിരിക്കുമോ അതേപോലെ തന്നെ ആയിരിക്കും ഈ ഡാർക്ക് മാറ്റർ കോറും പ്രവർത്തിക്കുന്നത്. അകലെ നിന്ന് കാണാനും സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ പോലെ തന്നെ തോന്നും. അതുകൊണ്ടാണ് സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ചിത്രം കൃത്യമായും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റേത് പോലെ തോന്നിക്കുന്നത്. ഈ ഡാർക്ക് മാറ്റർ കോറിന് ഏകദേശം 120 കോടി കിലോമീറ്റേഴ്സിന്റെ വ്യാസമുണ്ടായിരിക്കും. അതായത് ഏതാണ്ട് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിന്റെ അത്ര വലിപ്പം. താരതമ്യേന പറഞ്ഞാൽ സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അതിന് വെറും 2.5 കോടി കിലോമീറ്റേഴ്സ് വ്യാസമേ ഉണ്ടായിരിക്കൂ. ബ്ലാക്ക് ഹോളിന്റെ അടുത്തു പോയാൽ അത് നമ്മളെ വലിച്ചെടുത്തു വിഴുങ്ങും. എന്നാൽ ഡാർക്ക് മാറ്റർ നോർമൽ മാറ്ററുമായി ഒരു രീതിയിലും ഇന്ററാക്ട് ചെയ്യില്ല. അതിനാൽ സജിറ്റേരിയസ് എ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല.
വെറും ശൂന്യത മാത്രമേ ഉണ്ടായിരിക്കൂ. അതുവഴി നമുക്ക് സ്പേസ് ഷിപ്പിലൂടെ സാധാരണ ബഹിരാകാശത്തിലൂടെ പോകുന്നത് പോലെ തന്നെ ഒരു തടസ്സവുമില്ലാതെ കടന്നു പോകാനും പറ്റും. പക്ഷെ ആ സ്പേസ് ഷിപ്പ് അത്യധികം പവർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ കോറിന്റെ മധ്യത്തിൽ കുടുങ്ങിക്കിടക്കും. കാരണം പൂർണ്ണമായും അദൃശ്യമാണെങ്കിലും ഇതിന് സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസുണ്ട്. ഈ മാസിന് അതിനനുസരിച്ചുള്ള ഗ്രാവിറ്റിയുമുണ്ട്. പക്ഷെ ഇത് ബ്ലാക്ക് ഹോളിന്റെ എക്സ്ട്രീം ഗ്രാവിറ്റിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ബ്ലാക്ക് ഹോളിന് ഒരു ഇവന്റ് ഹൊറൈസോൺ ഉണ്ടായിരിക്കും. ഇവന്റ് ഹൊറൈസോൺ എന്നത് ഏതാണ്ട് ബ്ലാക്ക് ഹോളിന്റെ ഒരു അതിരി പോലെയാണ്. അതായത് ഇവന്റ് ഹൊറൈസോണിന്റെ സമീപത്ത് എസ്കേപ്പ് വെലോസിറ്റി എന്നത് പ്രകാശ വേഗതയായിരിക്കും. എന്നുവെച്ചാൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാലേ ബ്ലാക്ക് ഹോളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷെ ഇവന്റ് ഹൊറൈസോൺ കടന്നു പോയാൽ പിന്നെ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശ വേഗതയേക്കാൾ കൂടുതലാകും. പ്രപഞ്ചത്തിൽ ഒന്നിനും പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനാകില്ല. അതിനാൽ തന്നെ ഇവന്റ് ഹൊറൈസോൺ കടന്നു പോയാൽ പിന്നെ ഒന്നിനും തിരിച്ചു വരാനും സാധിക്കില്ല. പ്രകാശത്തിന് പോലും രക്ഷയില്ല. എന്നാൽ ഡാർക്ക് മാറ്റർ കോറിന് ഇങ്ങനൊരു ഇവന്റ് ഹൊറൈസോൺ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ഒരു വസ്തുവിന് ചുറ്റും ഇവന്റ് ഹൊറൈസോൺ ഉണ്ടാകണമെങ്കിൽ അതിന്റെ സ്വാർഷിൽഡ് റേഡിയസിനേക്കാൾ കുറഞ്ഞ വലിപ്പത്തിൽ കംപ്രസ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ നിസ്സാരമായ രീതിയിൽ പറഞ്ഞാൽ ആ വസ്തുവിനെ ഒരൊറ്റ പോയിന്റിലേക്ക് കംപ്രസ് ചെയ്യണം. ആ പോയിന്റിന്റെ വ്യാപ്തി 0-ഉം സാന്ദ്രത അനന്തവുമായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവിടെ ഒരു ഇവന്റ് ഹൊറൈസോൺ ഉണ്ടാകൂ. എന്നാൽ ഡാർക്ക് മാറ്റർ കോർ വളരെ വലിപ്പമുള്ള വലിയൊരു ഗോളമാണ്, അല്ലാതെ പോയിന്റ് വസ്തുവല്ല. അതുകൊണ്ട് തന്നെ അതിന് ഇവന്റ് ഹൊറൈസോണും ഉണ്ടായിരിക്കില്ല. എന്തായാലും ഇവന്റ് ഹൊറൈസോൺ ഇല്ലെങ്കിലും ഇത്രയും മാസ് ഉള്ളതിനാൽ ഇതിന്റെ ഗ്രാവിറ്റി ഏകദേശം ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി പോലെ തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇതിന് സമീപമുള്ള നക്ഷത്രങ്ങളെയൊക്കെ പിടിച്ച് വലിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ബ്ലാക്ക് ഹോൾ അല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ മുന്നോട്ട് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ചിത്രത്തിൽ എന്തുകൊണ്ടാണ് ചുറ്റും ഒരു അക്രീഷൻ ഡിസ്ക് ഉള്ളത്? സംഭവം, അക്രീഷൻ ഡിസ്ക് ഉണ്ടാകാൻ ബ്ലാക്ക് ഹോൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആവശ്യത്തിന് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഏതൊരു വസ്തുവിനും അക്രീഷൻ ഡിസ്ക് ഉണ്ടാകാം, അല്ലാതെ അത് ബ്ലാക്ക് ഹോൾസിന്റെ മാത്രം കുത്തകയല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ചിത്രത്തിൽ ബ്ലാക്ക് ഹോളിന്റേതുപോലെ മധ്യത്തിൽ ഒരു നിഴൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണ്? പ്രകാശത്തിന് പോലും ഡാർക്ക് മാറ്ററുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പ്രകാശം ഡാർക്ക് മാറ്റർ കോറിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ അതിന്റെ അനന്തരഫലമായി മധ്യത്തിൽ നിഴൽ കാണുന്നതിന് പകരം അവിടെ ശോഭയേറിയ അക്രീഷൻ ഡിസ്ക് ആണ് കാണേണ്ടത്. ഇങ്ങനെയായിരിക്കും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ സിദ്ധാന്തമനുസരിച്ച് ഡാർക്ക് മാറ്റർ കോറിന്റെ ശക്തമായ ഗ്രാവിറ്റി അതിന് ചുറ്റുമുള്ള പ്രകാശത്തെ മധ്യത്തിൽ നിന്നും അകലേക്ക് വളച്ചൊടിക്കും. അതുകൊണ്ടാണ് അവിടെ നിഴൽ പോലെ കാണപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഡാർക്ക് മാറ്റർ കോറിന്റെ ശക്തമായ ഗ്രാവിറ്റി അവിടെ നിന്നും വരുന്ന പ്രകാശത്തിനെ ശക്തമായി പിടിച്ചു വലിക്കുന്നത് കാരണം ആ പ്രകാശം ഒരുപാട് റെഡ് ഷിഫ്റ്റഡ് ആകും. അതായത് പ്രകാശത്തിന്റെ ഊർജമൊക്കെ നഷ്ടമാകും. അത്രയും വീക്കായ പ്രകാശത്തിനെ ടെലിസ്കോപ്പുകൾക്ക് പോലും കാണാൻ പ്രയാസമാണ്. ഇതും മധ്യത്തിൽ നിഴൽ ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. ആകെ മൊത്തത്തിൽ അകലെ നിന്നും നോക്കുമ്പോൾ ഇത് കൃത്യമായും ബ്ലാക്ക് ഹോൾ പോലെ തന്നെ തോന്നിക്കും. ഇതിനൊക്കെ പുറമെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ ചിത്രം യഥാർത്ഥത്തിൽ നിരവധി റേഡിയോ ടെലിസ്കോപ്സിലൂടെ ശേഖരിച്ച ഡേറ്റയെ ഒരു ചിത്രത്തിന്റെ രൂപത്തിലാക്കി മാറ്റിയതാണ്. അല്ലാതെ ശരിക്കും ഒരു DSLR ക്യാമറ എടുത്ത് നേരിട്ട് പകർത്തിയ ചിത്രമല്ല. അതിനാൽ തന്നെ ഇത് 100% വ്യക്തമായ ചിത്രമാണെന്ന് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതൊരു ബ്ലാക്ക് ഹോൾ ആണെന്ന് സ്ഥിരീകരിക്കാനും സാധിക്കില്ല. ശരിക്കും സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു ബ്ലാക്ക് ഹോൾ അല്ല എന്ന് സംശയിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു പ്രധാന കാരണം കെപ്ലറിയൻ ഡിക്ലൈൻ ആണ്. അതായത് സാധാരണഗതിയിൽ മധ്യഭാഗത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് വസ്തുക്കൾ വലം വെക്കുന്ന വേഗത കുറയും. കാരണം അകലെ ഗ്രാവിറ്റി കുറവാണ്. നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. സൂര്യന്റെ അടുത്തുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ വേഗത്തിലാണ് അകലെയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഗാലക്സികളുടെ കാര്യം അങ്ങനെയല്ല. ഗാലക്സിയുടെ കോറിന് സമീപമുള്ള നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന അതേ വേഗത്തിലാണ് കോറിൽ നിന്നും ഒരുപാട് അകലെയുള്ള നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നത്. നേരത്തെയുള്ള നിഗമനം അനുസരിച്ച് ഗാലക്സികളെല്ലാം പ്രധാനമായും ഡാർക്ക് മാറ്റർ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. നമ്മുടെ മിൽക്കി വേയും അങ്ങനെ തന്നെയാണ്. ഈ ഡാർക്ക് മാറ്റർ മുഴുവൻ മിൽക്കി വേയേക്കാൾ വലിപ്പമുള്ള വളരെ വലിയൊരു ഗോളമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഗോളത്തിന്റെ സാന്ദ്രത എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇതിന്റെ ഗ്രാവിറ്റി കാരണമാണ് എല്ലാ നക്ഷത്രങ്ങളും സമാനമായ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമീപകാലത്തുള്ള ചില നിരീക്ഷണങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തി. എന്താണെന്നാൽ മിൽക്കി വേയിലെ ബാക്കി എല്ലാ നക്ഷത്രങ്ങളും ഏകദേശം സമാനമായ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ മിൽക്കി വേയുടെ ഏറ്റവും അറ്റത്തുള്ള നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളിലോട്ടുള്ള നക്ഷത്രങ്ങളെക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ മധ്യത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് വേഗത കുറയുന്ന പ്രതിഭാസത്തിനെയാണ് കെപ്ലറിയൻ ഡിക്ലൈൻ എന്ന് പറയുന്നത്.
അതിരിലുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. എന്നിരുന്നാലും അതൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെ മനസ്സിലാക്കിയിരുന്ന നിഗമന പ്രകാരം അതിരിലുള്ള നക്ഷത്രങ്ങളും ഉള്ളിലോട്ടുള്ള നക്ഷത്രങ്ങളുടെ അതേ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കേണ്ടത്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. പിന്നെങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളുടെ വേഗത കുറഞ്ഞത്? ഇത് ശാസ്ത്രജ്ഞരെയൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരമായിട്ടാണ് ഡാർക്ക് മാറ്റർ കോർ സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഗാലക്സികളിലുള്ള ഡാർക്ക് മാറ്റർ മുഴുവൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഗോളമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഈ ഗോളത്തിന്റെ സാന്ദ്രത എല്ലായിടത്തും ഒരേപോലെയല്ല, മറിച്ച് മധ്യഭാഗത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഡാർക്ക് മാറ്റർ കോർ ഉണ്ടായത്. മധ്യത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് ഈ സാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അകലെയുള്ള നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന വേഗതയും കുറയും. ഇങ്ങനെ ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിയ ചോദ്യത്തിന് ഈ സിദ്ധാന്തം വളരെ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഇതിനു പുറമെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ സിദ്ധാന്തം പരിഹാരമാകുന്നുണ്ട്. ഒന്നാമത്, ബ്ലാക്ക് ഹോളിന്റെ മധ്യത്തിൽ സിംഗുലാരിറ്റി ഉണ്ടായിരിക്കണം. ഈ സിംഗുലാരിറ്റിയാണ് നേരത്തെ പറഞ്ഞ അനന്തമായ സാന്ദ്രതയുള്ള പോയിന്റ്. പക്ഷെ ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മുടെ ഭൗതിക ശാസ്ത്ര നിയമങ്ങളൊക്കെ തകരും. ബ്ലാക്ക് ഹോളിനെ കുറിച്ചും പിന്നെ ഗ്രാവിറ്റിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയതൊന്നും യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഹോളിന് പകരം അവിടെ ഡാർക്ക് മാറ്റർ കോറിനെ വെച്ചാൽ അവിടെ ഇൻഫിനിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കില്ല. രണ്ടാമത്, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഒരു വലിയ പ്രപഞ്ച നിഗൂഢതയാണ്. സംഭവം, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് പ്രപഞ്ചത്തിന്റെ ആരംഭകാലം മുതലേ ഉണ്ട്. പക്ഷേ അത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ ഇത്രയും വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായി എന്ന് നമുക്ക് ഇതുവരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇത്രയും വലിയ ബ്ലാക്ക് ഹോൾസിനെ ഉണ്ടാക്കാൻ മാത്രം വലിപ്പമുള്ള നക്ഷത്രങ്ങൾ പണ്ടുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരുപാട് ചെറിയ ബ്ലാക്ക് ഹോൾസ് ചേർന്നായിരിക്കും ഇത്രയും വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായത്. പക്ഷെ അതിന് 100 കണക്കിന് കോടി വർഷങ്ങളെടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവ പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ പുരാതനമായ ഒരുപാട് ബ്ലാക്ക് ഹോൾസിനെ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവയെല്ലാം എങ്ങനെ രൂപം കൊണ്ടു? അതിന് ഇതുവരെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഇത് വളരെ വലിയൊരു നിഗൂഢതയാണ്. എന്നാൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് എല്ലാം യഥാർത്ഥത്തിൽ ഡാർക്ക് മാറ്റർ കോർസ് ആണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മിസ്റ്ററി അതോടെ ഇല്ലാതാകും. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെ ഈ സിദ്ധാന്തം പരിഹരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ G2 എന്നൊരു വാതക മേഘം സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ വളരെ സമീപത്ത് കൂടെ കടന്നുപോയി. ബ്ലാക്ക് ഹോളിന്റെ തീവ്രമായ ഗ്രാവിറ്റി കാരണം ഈ വാതക മേഘം പൂർണ്ണമായും തകരുമെന്നാണ് കരുതിയത്. എന്നാൽ G2 ഒരു കുഴപ്പവുമില്ലാതെ അതുവഴി കടന്നുപോയി. അതിന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അതിന്റെ ഘടനയിൽ പോലും വലിയ വ്യത്യാസമുണ്ടായില്ല. ഇത് വളരെ വലിയൊരു വിരോധാഭാസമാണ്. അവിടെ ബ്ലാക്ക് ഹോളിന് പകരം ഡാർക്ക് മാറ്റർ കോർ ആണെങ്കിൽ ഈ വിരോധാഭാസത്തെ പൂർണ്ണമായും സാധൂകരിക്കും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ സിദ്ധാന്തത്തിനെ ശകലമെങ്കിലും ഗൗരവമായി കാണുന്നത്. സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു ബ്ലാക്ക് ഹോൾ ആണെങ്കിലും ഡാർക്ക് മാറ്റർ കോർ ആണെങ്കിലും അതിന്റെ സവിശേഷതകളെല്ലാം തന്നെ തുല്യമാണ്. രണ്ടും അകലെ നിന്നും കാണാനും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇത് ശരിക്കും ബ്ലാക്ക് ഹോൾ ആണോ അതോ ഇനി ഒരു ഡാർക്ക് മാറ്റർ കോർ ആയിരിക്കുമോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതിന് നിലവിൽ പ്രധാനമായും ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഫോട്ടോൺ റിംഗ് ടെസ്റ്റ്. ബ്ലാക്ക് ഹോൾസിന് വളരെ വിശിഷ്ടമായ ഒരു സവിശേഷതയുണ്ട്. തീവ്രമായ ഗ്രാവിറ്റി കാരണം അതിനു ചുറ്റും പ്രകാശം പലതവണ ഓർബിറ്റ് ചെയ്യും. ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്ന പ്രകാശം കാരണം അതിനു ചുറ്റും ഒരു വളയമുള്ളതുപോലെ തോന്നും. ഇതാണ് ഫോട്ടോൺ റിംഗ്സ്. ഇത് ഇവന്റ് ഹൊറൈസോൺ ഉള്ള സ്ഥലത്തിൽ, അതായത് ഒരു ബ്ലാക്ക് ഹോളിൽ മാത്രമേ ഉണ്ടായിരിക്കൂ. ഡാർക്ക് മാറ്റർ കോറിനും പ്രകാശത്തിനെ വളച്ചൊടിക്കാനാകും. പക്ഷേ എന്നിരുന്നാലും അതിന്റെ ഗ്രാവിറ്റിക്ക് ഒരു പരിധിയുണ്ട്. ബ്ലാക്ക് ഹോളിൽ സംഭവിക്കുന്നത് പോലെ ഡാർക്ക് മാറ്റർ കോർ വളച്ചൊടിക്കുന്ന പ്രകാശം ഒരിക്കലും അതിനു ചുറ്റും ഓർബിറ്റ് ചെയ്യില്ല. പകരം നിസ്സാരമായി അതിൽ നിന്നും എസ്കേപ്പ് ആകും. അതിനാൽ തന്നെ ഡാർക്ക് മാറ്റർ കോറിന് ഫോട്ടോൺ റിംഗ്സ് ഉണ്ടായിരിക്കില്ല. അതും ബ്ലാക്ക് ഹോളിൽ ഒന്നിലധികം റിംഗ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം പെട്ടെന്ന് നമുക്ക് ഒരൊറ്റ റിംഗ് ആയിട്ടേ തോന്നൂ. ഈ രീതിയിലുള്ള റിംഗ്സ് ഒരു കാരണവശാലും ഡാർക്ക് മാറ്റർ കോറിന് ഉണ്ടായിരിക്കില്ല. സജിറ്റേരിയസ് എ സ്റ്റാറിൽ ഇങ്ങനെ ഫോട്ടോൺ റിംഗ്സ് കാണാൻ പറ്റിയാൽ അതൊരു ബ്ലാക്ക് ഹോൾ തന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിലവിലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് അങ്ങനെ ഫോട്ടോൺ റിംഗ്സിനെ കാണാൻ സാധിക്കില്ല. നമ്മുടെ ടെലസ്കോപ്പുകൾ അത്രയും പവർഫുൾ അല്ല. ഡാർക്ക് മാറ്റർ കോർ സിദ്ധാന്തം വെറും ഒരു സാങ്കല്പിക സിദ്ധാന്തം മാത്രമാണ്, അല്ലാതെ കൃത്യമായ തെളിവുകളുള്ള ഒരു സിദ്ധാന്തമല്ല. നിലവിൽ ഇതുവരെ നടത്തിയ സകല നിരീക്ഷണങ്ങളും പഠനങ്ങളുമെല്ലാം സജിറ്റേരിയസ് എ സ്റ്റാർ ശരിക്കും ഒരു ബ്ലാക്ക് ഹോൾ ആണെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബ്ലാക്ക് ഹോളിനെ നേരിട്ട് കാണുന്നതിന് മുന്നേ അതിന്റെ രൂപവും സവിശേഷതകളും എല്ലാം എങ്ങനെയായിരിക്കുമെന്ന് പണ്ടേ തന്നെ ശാസ്ത്രജ്ഞർ ശാസ്ത്രീയമായി കണക്കുകൂട്ടിയിരുന്നു. ഒടുവിൽ ആദ്യമായി ബ്ലാക്ക് ഹോളിന്റെ ചിത്രം പകർത്തിയപ്പോൾ പണ്ട് കണക്കുകൂട്ടിയിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരുന്നു ബ്ലാക്ക് ഹോളിന്റെ സവിശേഷതകളും രൂപവും. ഇത് സജിറ്റേരിയസ് എ സ്റ്റാർ ഒരു ബ്ലാക്ക് ഹോൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ സൂചനയാണ്. അതുപോലെ S2 നക്ഷത്രം സജിറ്റേരിയസ് എ സ്റ്റാറിന്റെ ഏറ്റവും അടുത്തെത്തുമ്പോൾ നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ റിലേറ്റിവിസ്റ്റിക് റെഡ്ഷിഫ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഐൻസ്റ്റൈന്റെ ജനറൽ റിലേറ്റിവിറ്റിയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നതാണ്. ഇതും ബ്ലാക്ക് ഹോൾ ആണെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ ശക്തി നൽകുന്ന തെളിവാണ്. നേരത്തെ പറഞ്ഞ G2 വാതക മേഘത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്കൊരു സംശയമുണ്ട്. മേഘത്തിനുള്ളിൽ ഒരു നക്ഷത്രമുണ്ടെന്നാണ് സംശയം. അങ്ങനെ നക്ഷത്രമുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കാരണമായിരിക്കും ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് പോയിട്ടും മേഘത്തിന് കാര്യമായിട്ടൊന്നും പറ്റാത്തത്. അതായത് മേഘത്തിനെ തകർന്നു പോകാതെ ആ നക്ഷത്രം പിടിച്ചു നിർത്തിയതാണ്. ഇനി അതിലുള്ള നക്ഷത്രങ്ങൾ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ മിൽക്കി വേയിലെ ഡാർക്ക് മാറ്റർ ഹാലോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നതിനേക്കാൾ മാസ് കുറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിലുള്ള പിഴവുകളായിരിക്കും. ഇൻഫിനിറ്റിയെ കൊണ്ടിടുമ്പോൾ ഭൗതിക ശാസ്ത്ര നിയമങ്ങളൊക്കെ തകരുന്നത് നമ്മുടെ അറിവില്ലായ്മയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരുപക്ഷെ മിൽക്കി വേ പണ്ട് മറ്റേതെങ്കിലും ഗാലക്സിയുമായി കൂട്ടിയിടിച്ചിട്ടുണ്ടാകും. അതിന്റെ അനന്തരഫലമായിട്ടായിരിക്കും അറ്റത്തുള്ള നക്ഷത്രങ്ങൾ കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇതിനേക്കാളുമൊക്കെ ഉപരി ഇങ്ങനെ വേഗത കുറയുന്നു എന്നതും 100% ഉറപ്പിച്ചിട്ടുള്ള കാര്യമല്ല. അതിപ്പോഴും ശാസ്ത്രലോകത്തിൽ ഒരു തർക്ക വിഷയമാണ്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങളുടെ വേഗത കുറവായിരിക്കില്ല. ഇങ്ങനെ ഇതിന് പിന്നിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് എല്ലാം ഡാർക്ക് മാറ്റർ കോറിനേക്കാൾ ഒരുപാട് സാധ്യതയേറിയതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാങ്കല്പിക സിദ്ധാന്തത്തിനെ വെറും ഒരു രസകരമായ ആശയമായി മാത്രം കണക്കാക്കിയാൽ മതി. മറ്റൊരു കാര്യം, ഈ സാങ്കല്പിക സിദ്ധാന്തം ഫാൾസിഫയബിൾ ആണ്. അതായത് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഈ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതാണ് ശാസ്ത്രത്തിന്റെ രീതി.